ഇതുപോലൊരു ചപ്പാത്തി ഉണ്ടാക്കിയാൽ വീട്ടിലുള്ള എല്ലാവർക്കും, മുതിർന്നവർക്കും പ്രായമായവർക്കും, BP, കൊളസ്ട്രോൾ, ഷുഗർ അങ്ങനെയുള്ള എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഹെൽത്തിയായ ഒരു ചപ്പാത്തിയാണ് അവക്കാഡോ ചപ്പാത്തി. നമസ്കാരം, ഞാൻ സോഫി കുര്യാക്കോസ്. എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നത് കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു അവക്കാഡോ, ഇത് ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും മേടിക്കാൻ കിട്ടുന്നതാണ്. നല്ല പഴുത്തതാണിത്. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 കപ്പ് ഗോതമ്പ് പൊടി, ഉപ്പ്, നെയ്യ്, വെളിച്ചെണ്ണ, വെള്ളം. അവക്കാഡോ ഒന്ന് മുറിച്ചെടുക്കാം. ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ട് ഇങ്ങനെ എടുത്താൽ മതി. അതിൻ്റെ അകത്തെ കുരുവാണ്, ഇത് നമുക്ക് മാറ്റണം. ഇങ്ങനെ കത്തി കൊണ്ട് കുത്തിയാൽ ഈ കുരുവിഞ്ഞ് പോരും. കുരു ഇച്ചിരി ഹാർഡാണ്. ഇനി ഇതുപോലെ സ്പൂണ് കൊണ്ട് ഇതുപോലെ വടിച്ചെടുക്കണം. ഇതുപോലെ നമുക്ക് ചിരട്ട പോലെ ഇങ്ങനെ പോരും. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം. കൈകൊണ്ടോ, നമുക്കിത് കൈകൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. ഇത് മിക്സിയിൽ അടിക്കണമെന്നൊന്നുമില്ല, നല്ലവണ്ണം പഴുത്തത് നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞു കിട്ടും. അപ്പം ഈ അവക്കാഡോ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഗോതമ്പ് പൊടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തി പരുവത്തിൽ കുഴക്കണം. വെള്ളം കുറേശ്ശെ ചേർത്ത് കുഴക്കണം. അപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരല്പം എണ്ണയും കൂടെ ചേർക്കാം. ഇത് നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇപ്പം ഇത് കുഴച്ച് വെച്ചിട്ട് 10 മിനിറ്റായി. ഇനി ഇത് സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് പരത്തിയെടുക്കാം. ഇതുപോലെ തവ ചൂടായിട്ടുണ്ട്. സാധാരണ ചപ്പാത്തി ചുട്ടെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഇനി ഈ ചപ്പാത്തിക്ക് രുചി കൂട്ടാനായിട്ട് അല്പം നെയ്യ് തൂത്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമ്മുടെ അവക്കാഡോ ചപ്പാത്തി റെഡിയായി. നമുക്ക് സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. വളരെ ഹെൽത്തിയായ ഈ അവക്കാഡോ ചപ്പാത്തി നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വെറൈറ്റി വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.